താന്നിപ്പുഴ സെന്റ് ജോസഫ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ മെയ് 1, 2, 3 തീയതികളിൽ നടക്കും. മെയ് 1 തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 6 തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോസ് തോട്ടക്കര കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തൊഴിലാളി മധ്യസ്ഥനും തിരുസഭയുടെ പാലകനും കുടുംബജീവിതക്കാരുടെ മാതൃകയും താന്നിപ്പുഴ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനുമായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഈ വർഷത്തെ തിരുനാൾ മെയ് 1, 2, 3 വെള്ളി, ശനി, ഞായർ തീയതികളിൽ ആഘോഷമായി നടക്കും. ഒരുമയുടെയും കൂട്ടായ്മയുടെയും വിശുദ്ധമായ പ്രതിഫലനമാണ് തിരുനാൾ എന്ന് തിരുക്കർമ്മങ്ങളെക്കുറിച്ച് വിശദീകരിച്ച ഇടവക വികാരി ഫാദർ ജോസ് തോട്ടക്കര പറഞ്ഞു. താന്നിപ്പുഴ ഇടവകയെ സംബന്ധിച്ച് മെയ് 1, 2, 3, 2026 വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. എല്ലാ വർഷവും ഞങ്ങൾ നടത്തിവരുന്ന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ഇന്നും നാളെയും നാളെ കഴിഞ്ഞുമായിട്ടുമാണ്. ഇന്ന് 6 മണിക്ക് പ്രസിദ്ധി വാഴ്ച, തുടർന്ന് കൊടിയേറ്റം, പിന്നീട് വിശുദ്ധ കുർബാനയും നൊവേനയും ലതീഞ്ഞും. പ്രസിദ്ധി വാഴ്ച ഈ വർഷം നമ്മുടെ തിരുനാൾ ഒരു കുടുംബമാണ് ഏറ്റു നടത്തുക. എടത്തനാലി വർഗീസിൻ്റെ മക്കളായ അലക്സ് വർഗീസ്, ആൽവിൻ വർഗീസ്, അനു മറിയം വർഗീസ്, ഇവർ 3 പേര് കൂടിയാണ് അത് ഏറ്റു നടത്തുക. കമ്മിറ്റിയുടെ തിരുനാളിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്രമമായിട്ട് ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കൺവീനറും ഒരു ജോയിൻറ്റ് കൺവീനറെയും നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. കൺവീനറായിട്ട് MJ ജോൺസൺ മാണിക്കത്താൻ, ജോയിൻറ്റ് കൺവീനറായിട്ട് ഡെന്നി പൊട്ടോളി. ഇതുകൂടാതെ കൈക്കാരന്മാരായ ബൈജു വർഗീസ് കല്ലൂക്കാടൻ, അഗസ്റ്റിൻ മാണിക്കത്താൻ എന്നിവരും മറ്റോരോരോ കമ്മിറ്റികളും ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത് തയ്യാറായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 ദിവസവും ഇടവകയെ സംബന്ധിച്ച് വളരെ വലിയൊരു ആത്മീയ ഉണർവിൻ്റെ കാലഘട്ടമാണ്. കാരണം വിശുദ്ധ ഔസേപ്പിതാവ് താന്നിപ്പുഴ ഇടവകയുടെ ഒരു അപ്പൻ എന്ന നിലയിലാണ് എല്ലാവരും കാണുക. മെയ് 1 തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ പ്രസിദ്ധി വാഴ്ചയും കൊടിയേറ്റവും നടന്നു. വിശുദ്ധ ഗ്രന്ഥ വായന, പ്രാർത്ഥന എന്നിവയെ തുടർന്ന് കത്തിച്ച മെഴുകുതിരികൾ കൈകളിലേന്തിയ പ്രസിദ്ധന്തിമാരായ ഇടത്തനാലി അലക്സ് വർഗീസ്, ആൽവിൻ വർഗീസ്, അനു മറിയം വർഗീസ് എന്നിവരെ മുടിധരിപ്പിക്കൽ അടക്കമുള്ള പ്രസിദ്ധി വാഴ്ച ചടങ്ങ് നടന്നു. പിന്നീട് സ്വർണ്ണ കുരിശുകൾ ഉൾപ്പെടെ നടത്തിയ ആശീർവദിച്ച പതാക ഘോഷയാത്രയ്ക്കൊടുവിൽ ഇടവക വികാരി ഫാദർ ജോസ് തോട്ടക്കര കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് നടന്ന ദിവ്യബലി, പ്രസംഗം, നൊവേന, ലതീഞ്ഞ് എന്നിവയ്ക്ക് ഫാദർ പോൾ പതിയാമൂല MCBS നേതൃത്വം നൽകി. ഈ കൊല്ലത്തെ തിരുനാൾ വഴിപാടായി ഏറ്റു നടത്തുന്ന കുടുംബനാഥൻ EM വർഗീസ് ഇടത്തനാലി തിരുനാൾ നടത്തിപ്പിനായി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. എല്ലാ വർഷവും താന്നിപ്പുഴ പള്ളി ഇടവകയിലെ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ എല്ലാ വർഷവും നടത്തി വരാറുള്ളതാണ്. ഈ വർഷം ഞാനാണ് ഏറ്റെടുത്തിരുന്നത്. എൻ്റെ മക്കളുടെ ഒരു വഴിപാടായിട്ടാണ് ഞാൻ നടത്താൻ കാരണം. ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് കൊടിയേറ്റം മുതൽ പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്യും. നാളെ 4:30 കുർബാനയും, അത് കഴിഞ്ഞ് പ്രദർശനവും. ഞായറാഴ്ച 10 മണിക്ക് കുർബാനയും, അത് കഴിഞ്ഞ് പ്രദർശനവും കഴിഞ്ഞ് പെരുന്നാൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും സഹകരിച്ച് എല്ലാവരും സഹകരണം ആവശ്യപ്പെടുന്നു. ശനിയാഴ്ച രാവിലെ 6:30 ദിവ്യബലി, വൈകിട്ട് 4:30 രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, നേർച്ച വെഞ്ചരിപ്പ്, ആഘോഷമായ പാട്ടുകുർബാന എന്നിവ ഉണ്ടാകും. ഫാദർ വിമൽ കല്ലൂക്കാരൻ RCJ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് പ്രഭാഷണം നടത്തും. ഭക്തി നിർഭരമായ പ്രദക്ഷിണവും വർണ്ണശബളമായ ആകാശവിസ്മയവും ഉണ്ടാകും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ഫാദർ ആന്റണി മാങ്കുറിയിലിൻ്റെ കാർമ്മികത്വത്തിലാണ് ദിവ്യബലി. 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജേക്കബ് കൂനത്താൻ RCJ നേതൃത്വം വഹിക്കും. ഫാദർ ബിജു പെരുമായൻ പ്രഭാഷണം നടത്തും. തുടർന്ന് പ്രദക്ഷിണം, വൈകിട്ട് 7-ന് ഏഞ്ചൽ വോയ്സിന്റെ ഗാനമേള എന്നിവ ഉണ്ടായിരിക്കും. മെയ് 4 തിങ്കളാഴ്ച മരിച്ചവരുടെ ഓർമ്മ ദിനത്തിൽ രാവിലെ 6:30-ന് ദിവ്യബലി, സിമിത്തേരി സന്ദർശനം എന്നിവയും നടക്കും. താന്നിപ്പുഴ ഇടവകയിലെ വിവിധ ആശ്രമങ്ങൾ, സിസ്റ്റേഴ്സ്, ഭക്തസംഘടനകൾ, വിശ്വാസികൾ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനമാണ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ അനുഗ്രഹപ്രദമാക്കുന്നത് എന്ന് തിരുനാൾ കമ്മിറ്റി കൺവീനർ MJ ജോൺസൺ മാണിക്കത്താൻ അഭിപ്രായപ്പെട്ടു. താന്നിപ്പുഴ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ 2026 തിരുനാളാണ് മെയ് 1, 2, 3 തീയതികളിൽ ആചരിക്കുന്നത്. ഇന്നേ ദിവസം വൈകിട്ട് പ്രസിദ്ധി വാഴ്ചയോടുകൂടി ആരംഭിക്കുന്ന തിരുനാൾ കൊടികയറി തിരുനാളിന് തുടക്കം കുറിക്കുകയാണ്. ഈ തിരുനാളിന് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ, ട്രസ്റ്റിമാരുടെയും നേതൃത്വത്തിൽ 51 അംഗങ്ങളടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഈ തിരുനാളിനെ നിയന്ത്രിക്കുന്നത്. ഇടവക തിരുനാൾ ഈ വർഷം ഏറ്റെടുത്ത് നടത്തുന്നത് ബഹുമാനപ്പെട്ട എടത്തനാലിൽ വർഗീസ് അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ്.
അദ്ദേഹത്തിൻ്റെ സഹകരണത്തോടെ ഇടവക അംഗങ്ങളുടെയും കമ്മിറ്റിയുടെയും സഹകരണത്തോടെയാണ് ഈ തിരുനാൾ പൂർവാധികം ഭംഗിയായി നടത്തുന്നത്. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ഉത്സവമാണ്. നാനാജാതി മതസ്ഥരായ ധാരാളം വ്യക്തികൾ ഈ തിരുനാൾ ദിവസം പള്ളിയിൽ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ നേടി വരികയും ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ഇടവകയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് 2 ആശ്രമങ്ങൾ, OCD MCBS ആശ്രമം, 4 കോൺവെൻറ്റുകൾ, മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ജോസഫ് MSA, അനിത കോൺവെൻറ്റ് ബാംഗ്ലൂർ, അവരുടെ സെൻറ്റ് തോമസ് പ്രോവിൻസ് ഹൗസ്, അനിത നിലയം, കാർമൽ ആശ്രമം, OCD ആശ്രമം, അൽഫോൻസ ഭവൻ, കാതറീൻ സിസ്റ്റേഴ്സ്, ഇത്രയും സ്ഥാപനങ്ങൾ, സന്യാസ സ്ഥാപനങ്ങൾ ഈ ഇടവകയുടെ അതിർത്തിയിൽ പ്രവർത്തിക്കുന്നു. പള്ളി വികാരി ഫാദർ ജോസ് തോട്ടക്കര, ട്രസ്റ്റിമാരായ KB ബൈജു കല്ലുക്കാടൻ, MB അഗസ്റ്റിൻ മാണിക്കത്താൻ, കൺവീനർ MJ ജോൺസൺ മാണിക്കത്താൻ, ജോയിന്റ് കൺവീനർ ഡെന്നി പോട്ടോളി, പ്രസിഡന്റുമാരായ ഇടത്തനാലി അലക്സ് വർഗീസ്, ആൽവിൻ വർഗീസ്, അനു മറിയം വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരുനാൾ ആഘോഷ പരിപാടികൾ. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.